الحمد لله الذي خلق الإنسان علمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون. صدق الله. أيها الناس اتقوا الله. അല്ലാഹുവിന്റെ നിയമങ്ങളും കൽപ്പനകളും സൂക്ഷ്മമായി ഗ്രഹിക്കാൻ, ജീവിതത്തിലുടനീളം അവന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ ജാഗ്രതയോടുകൂടി പാലിക്കാനും നാം എല്ലാവരും ജീവിതകാലം മുഴുവനും യത്നിക്കണമെന്നും അതിലൂടെ ഐഹികവും പാരത്രികവുമായ ആനന്ദവും സമൃദ്ധിയും പുണ്യവും കരസ്ഥമാക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകങ്ങളിലും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ അഹന്തയെ സൂചിപ്പിക്കുന്ന 4 ആയത്തുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. സൂറത്തുൽ അലക്കിൽ പറയുന്ന അർആഹുസ്തവന ഒരാളെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. സമാന മനസ്സുള്ള എല്ലാവർക്കും ബാധകവുമാണ്. രണ്ടാമത്തത് സൂറത്തുൽ നാസിയാത്തിൽ പറയുന്ന അന റബ്ബുക്കുമുൽ അഅല. അത് ഫറോവയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതും ഇപ്പറഞ്ഞതുപോലെ അതേ സ്വഭാവത്തിലുള്ള കേന്ദ്രീകൃത അധികാര മനസ്സ് വെച്ച് പുലർത്തുന്ന എല്ലാ ത്വാഗൂത്തുകൾക്കും ബാധകമാണ്. മൂന്നാമത്തതും അതിന്റെ ഒരു അനുബന്ധമാണ്. ഖാല അന ഉഹ്യി വ ഉമീത്. അത് നമ്രൂദ് പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. നാലാമതായി പറഞ്ഞത് ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇത് സൂറത്തുൽ ഖസസിൽ പറയുന്നതാണ്. ഖാറൂനിന്റെ വർത്തമാനം. അതാണ് നമ്മൾ തുടക്കത്തിൽ ഓതിയത്. ഇന്നത്തെ മൂലധന കേന്ദ്രിതമായ മുതലാളിത്തവാദത്തിന്റെ പ്രാകൃതമായ ചില ആർക്കിടൈപ്പുകൾ, പ്രോട്ടോടൈപ്പുകൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് കുറെ ഉദാഹരണങ്ങളും വിശദീകരിക്കാൻ വേണ്ടി സാധിക്കും. ഖുർആൻ അത്രമേൽ വിശദമായിട്ട് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതം എന്താണ്, എന്താവണം എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി വിശുദ്ധ ഖുർആനെ നമ്മൾ സമീപിക്കണം. അങ്ങനെ വരുമ്പോഴാണ്
ഇത്തരം നിർദ്ദേശങ്ങളും പരാമർശങ്ങളും ഒക്കെ അതായിട്ട് തന്നെ വായിക്കാൻ നമുക്ക് സാധിക്കുക. ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ്. വിശുദ്ധ ഖുർആൻ സാമ്പത്തികമായിട്ടുള്ള പോളിസി പ്രഖ്യാപിക്കുന്നത് കൈലായക്കൂന ദൂലത്തൻ ബൈനൽ അഗ്നിയാഇ മിൻകും എന്നാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലെ ധനികരെന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടാതിരിക്കാൻ ആളുകൾക്കിടയിൽ ശരിയായ രീതിയിൽ വിതരണം ചെയ്യപ്പെടാൻ എന്നാണ് പറയുന്നത്. അപ്പൊ സമ്പത്തിന്റെ കേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള ഖുർആന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. അതാണ് യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസത്തിന്റെ അടിസ്ഥാനം എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഈ കേന്ദ്രീകരണത്തിന് വേണ്ടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ചില നയപരിപാടികളാണ്. അതിന്റെ ടോട്ടൽ ഉദാഹരണമായിട്ടാണ് ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിൽ റിബ എന്ന പരാമർശം വരുന്നത്. റിബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പലിശയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ റിബ എന്ന് പറഞ്ഞാൽ വളർച്ച എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ അതിന് വൃദ്ധി എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ യൂഷറി എന്ന് പറയുന്ന ഏർപ്പാടിനും വൃദ്ധി തന്നെയാണ് പറയുന്നത്. യൂഷറിയാണ് അന്ന് അക്കാലത്ത് നിലനിന്നിരുന്ന പലിശ സമ്പ്രദായം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി കറൻസിയുടെ ഉപയോഗം തുടങ്ങിയപ്പോൾ മുതൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. രണ്ടും തമ്മിൽ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കട്ടെ. നമ്മുടെ വ്യവഹാരങ്ങളിൽ അതത്ര ബാധകമൊന്നുമല്ല. എന്തായിരുന്നാലും ഈ യൂഷറി എന്ന പദത്തിന് ഉള്ള ഒരു സംസ്കൃത അർത്ഥമാണ് വൃദ്ധി. മലയാളത്തിലും അത് ഉപയോഗിക്കും. വൃദ്ധി എന്ന് പറഞ്ഞാലും വളർച്ച തന്നെയാണ്. അതേസമയം അഭിവൃദ്ധി എന്ന് നമ്മൾ പറയുമ്പോൾ നല്ല രീതിയിലുള്ള വളർച്ചക്കാണ് അഭിവൃദ്ധി എന്ന് പറയുന്നത്. മറ്റത് അധാർമിക വൃദ്ധിയാണ്. ധാർമ്മിക വൃത്തിയല്ല, ധാർമ്മിക വൃദ്ധി എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലാതെ ധാർമ്മികമായ എന്തെങ്കിലും പരിഗണനയോ അല്ലെങ്കിൽ എത്തിക്സോ ഇല്ലാതെ ഉണ്ടാകുന്ന വളർച്ചക്കാണ് അധാർമികമായ വൃദ്ധി എന്ന് പറയുന്നത്. യൂഷറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ്. റിബ എന്ന് ഖുർആൻ പ്രഥമമായി അടയാളപ്പെടുത്തുന്നത് അതിനെയാണ്. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചു, മുതലാളിത്തത്തിന്റെ, ക്യാപിറ്റലിസത്തിന്റെ, ധനകേന്ദ്രിത വാദത്തിന്റെ എല്ലാ ചൂഷണങ്ങളുടെയും ഒരടയാളമാണ്. അപ്പൊ സാങ്കേതികമായി നിയമപരമായി റിബ എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരായിട്ട് ഖുർആനിൽ നിയമങ്ങൾ ഉണ്ടാവും. എന്നാൽ അതിന്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ആ നിയമങ്ങൾ ഇപ്പറയുന്ന എല്ലാ ചൂഷണങ്ങൾക്കും ബാധകമാണ്. പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ഖുർആനിൽ പറയുന്ന ആ ഒരു പ്രാകൃത മാതൃകയുടെ കുറെ കൂടി ഡിജിറ്റൽ ആയിട്ടുള്ള, അതുപോലെ പിന്നെ കുറെ കൂടി അദൃശ്യമായിട്ടുള്ള രൂപങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് സമയവും സന്ദർഭവും അനുസരിച്ച് നമുക്ക് അതിലേക്ക് പോകാം. എന്തായാലും റിബ എന്ന ആശയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ യൂഷറിയെ സംബന്ധിച്ചുള്ള കാൾ മാർക്സിന്റെ ഒരു പരാമർശത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഉത്പാദന രീതിയിൽ അതൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല. ഉത്പാദന രീതിയിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉത്പാദനത്തെ വർദ്ധിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ഈ പണം കൂടുന്നത് നമ്മൾ മനസ്സിലാക്കണം. പണം എങ്ങനെയാണ് കൂടുന്നത്? അത് വളരെ അന്യായമായിട്ടുള്ള ഒരു വളർച്ച മാത്രമാണ്. അതിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉത്പാദന രീതിയെ മോഡ് ഓഫ് ഇതിനെ മാത്രമല്ല, പ്രൊഡക്ഷനെ മാത്രമല്ല, മോഡ് ഓഫ് പ്രൊഡക്ഷനെ മാത്രമല്ല, മറിച്ച് പ്രൊഡക്ഷനെ തന്നെ ഒരു നിലക്കും സ്വാധീനിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അതൊരു പാരസൈറ്റിനെ പോലെ പറ്റി നിന്നിട്ട് അതിന്റെ ചോര വലിച്ചു കുടിച്ച് മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ചോര വലിച്ചു കുടിച്ച് അതിനെ അങ്ങേയറ്റം നികൃഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്, ബലഹീനമാക്കുകയാണ് ചെയ്യുന്നത്. അത്യന്തം ദയനീയമായ മോശമായ സാഹചര്യത്തിലേക്ക് അതിനെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ മാർക്സ് പറയുന്നു. അപ്പോൾ ഇത്രയും വളരെ ഭീകരമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് റിബ എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അത് എത്രത്തോളം ഇൻഷാ അല്ലാഹ് അതിലേക്ക് പോകാം. എന്തായാലും ഇത് പറയുമ്പോൾ മാർക്സ് പറയുന്നുണ്ട്, ഉത്പാദന പ്രക്രിയയുടെ അഗോചരമായ സുഷിരങ്ങളിൽ പതിയിരുന്നുകൊണ്ട്, അഗോചരമായ സുഷിരങ്ങളിൽ നമുക്ക് ഒരു മൊത്തം സിസ്റ്റത്തിന്റെ കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ പതിയിരുന്നുകൊണ്ട്, പതിയിരുന്ന് ആക്രമിക്കുന്ന ശത്രുക്കളുണ്ടല്ലോ, അവരാണല്ലോ ഏറ്റവും ഭീകരന്മാർ. അപ്പോൾ അന്നിലക്ക് നമ്മുടെ ജീവിതത്തെ ഇത് മാറ്റിമറിക്കുകയും വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ തള്ളുന്ന ഈ പറയുന്ന ഒരു എന്താ പറയാ ബുർഷ്വാസിയുടെ എക്സ്പ്ലോയിറ്റേഷൻ രീതികളിലുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സമ്പ്രദായമാണിത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
എന്തായാലും നമ്മൾ പ്രോട്ടോടൈപ്പുകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. ചരിത്രത്തിൽ ഖുർആനിന് പുറത്തും ക്യാപിറ്റലിസത്തിൻ്റെതായ പ്രോട്ടോടൈപ്പുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ പഴയ കാലത്തുള്ള ഫൊനീഷ്യൻ മെർക്കന്റലിസം. ഫൊനീഷ്യന്മാരെന്ന് പറഞ്ഞാൽ സമ്പത്താണ് അധികാരമെന്ന് വിശ്വസിച്ചവരാണ്. അവർ എക്സ്പാൻഷനിസ്റ്റുകളാണ്. ഒരുതരം ഈ അധികാരവും മറ്റുമൊക്കെ വികസിപ്പിക്കുന്നതിൽ വിശ്വസിച്ചിരുന്നവരാണ്. അങ്ങനെ ഒരു ദേശീയവാദം, ടാഗോറിന്റെ നാഷണലിസം ഇൻ ദ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണമാണ്. ടാഗോറിന്റെ ആന്റി നാഷണലിസ്റ്റ് പ്രഭാഷണ പരമ്പരയിലുള്ള ഒരു പ്രഭാഷണമാണ് നാഷണലിസം ഇൻ ദ വെസ്റ്റ്. അതിൽ ഈ ഫൊനീഷ്യന്മാരെ സംബന്ധിച്ച് പറയുന്നത്, ടാഗോർ പറയുന്നത് തങ്ങളുടെ രാജ്യത്തെ ഒരു വ്യാപാരക്കളമാക്കി മാറ്റി. തങ്ങളുടെ രാജ്യത്തെ തന്നെ വെറും ഒരു വ്യാപാരക്കളമാക്കി മാറ്റി. ദേ ബിക്കെയിം റിച്ച് ആൻഡ് പവർഫുൾ. അവർ സമ്പന്നരും കരുത്തരുമായി. ബട്ട് ഇൻ ദ പ്രോസസ് ദേ ലോസ്റ്റ് ദെയർ സോൾ. പക്ഷെ ആ ഒരു പ്രക്രിയയിൽ അവർക്ക് അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, അവരുടെ ചൈതന്യം തന്നെ നഷ്ടപ്പെട്ടു പോയി. ദെയർ ഗോഡ് വാസ് ദ ഗോഡ് ഓഫ് ദ മാർക്കറ്റ് പ്ലേസ്. കമ്പോളത്തിന്റെ ദൈവമാണ് അവരുടെ ദൈവം എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. കമ്പോളത്തിന്റെ ദൈവമാണ് അവരുടെ ദൈവം. ഭൗതിക സമ്പത്തല്ലാത്ത മറ്റൊരു ഉന്നത ലക്ഷ്യവും ഇല്ലാത്തൊരു ജനത മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പെട്ടെന്ന് വികസനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കെട്ടുകാഴ്ചകൾ നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കും. അതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിച്ചേക്കാം. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് ലോകത്തിന് തന്നെ, മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണി സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭീഷണി സൃഷ്ടിച്ചിട്ടുള്ള ചരിത്രത്തിലൊരു വലിയ ജനതയാണ് ഈ ഫൊനീഷ്യൻ ജനത. അതുപോലെ രണ്ടാമതായിട്ട് ഈ ബാബിലോണിയയിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേകതരം ഫൈനാൻസ് ക്യാപിറ്റലിസം, ഈ ഡെറ്റ് സ്ലേവറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതൊക്കെ അവിടുന്ന് തുടങ്ങിയതാണ്. അത് നേർക്കുനേരെ ഇന്ന് രാജ്യങ്ങളെ കടം കൊടുത്തിട്ട് വരുതിയിലാക്കുന്ന സമ്പ്രദായം, ആഗോള വായ്പകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ചരടില്ലാത്ത വായ്പകൾ എന്നൊക്കെ ചിലര് വലിയ വർത്തമാനം പറയും. അങ്ങനെ ഒരു വായ്പയൊന്നുമില്ല. മാത്രമല്ല വായ്പ എന്നല്ല, സഹായം എന്നാണ് പറയുന്നത്. സഹായം എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരുന്ന ഒരു കെണിക്കാണ് സഹായം എന്ന് പറയുന്നത്. അത് ചരടുകളില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സത്യസന്ധമാവില്ല. കാരണം ഇത് തരുന്നവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ആ കടത്തിൽ നമ്മളെ അടിമത്തത്തിലാക്കാണ് ചെയ്യുന്നത്. നേർക്ക് നേരെ പ്രാകൃതമായിട്ടുള്ള ഡെറ്റ് സ്ലേവറി അല്ലെങ്കിൽ ഡെറ്റ് ബോണ്ടേജ് നിലനിന്നിരുന്ന ഒരു അവസ്ഥയാണ് ബാബിലോണിയയിലൊക്കെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പ്രാകൃതമായ ഒരു മാതൃകയാണ് ഫറോവയുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിസം. ഏതാണ്ട് ഇപ്പം ഖുർആനിൽ പരാമർശിക്കുന്ന ഫറോവ ചരിത്രപരമായിട്ട് ചിന്തിച്ചാൽ ഈ ഫറോവമാർ, ഈജിപ്ഷ്യൻ രാജാക്കന്മാർ, എല്ലാവരെയും ഫറോവമാരെന്ന് വിളിച്ചിട്ടില്ല. ഒരു പാതി വെച്ചിട്ടൊക്കെയാണ് അവർ ഫറോവ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. ആ ഒരു സംഗതി ഖുർആനിൽ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുന്നിടത്ത് എവിടെയും ഫിറഔൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കില്ല. അവിടെ രാജാവ് എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബൈബിള് പരിശോധിച്ചാൽ അതും ഫറോവ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചരിത്രപരമായിട്ട് അത് തെറ്റാണ്. വിശുദ്ധ ഖുർആൻ വളരെ സൂക്ഷ്മമായിട്ടാണ് പരാമർശിച്ചത് എന്നതിനുള്ള ഒരു തെളിവാണത്. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുമ്പോൾ ഈജിപ്തിലെ രാജാവിനെ രാജാവിനെ പറയുന്നുള്ളൂ, ഫിറഔൻ എന്ന് പറയുന്നില്ല. അതേസമയം മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുമ്പോൾ ഫിറഔൻ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഏതാണ്ട് ഇപ്പം പ്രാചീന സാമ്രാജ്യം, മധ്യമ സാമ്രാജ്യം, അതുപോലെ നവസാമ്രാജ്യം, നവീന സാമ്രാജ്യം, ഇങ്ങനെ 3 ഘട്ടമായിട്ട് വിശദീകരിക്കാറുണ്ട്. ഈ മധ്യ സാമ്രാജ്യത്തിൽ ഏതാണ്ട് അവസാനം മുതൽക്കാണ് ഫറോവ എന്ന് വിളി തുടങ്ങിയത്. ഏതാണ്ട് ആ ഒരു കാലത്ത്, മധ്യമ സാമ്രാജ്യ കാലത്ത് തന്നെയാണ് ഈ സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയതും. അതോടുകൂടി ഭൂമി മുഴുവൻ രാജാവിൻ്റെതാണ്. ഭൂമി മുഴുവൻ രാജാവിൻ്റെതാണ്. ഈ അഗ്രേറിയൻ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രീകരണം. അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്നതോടുകൂടി പിന്നെ നികുതി പിരിക്കുന്നതിന് പകരം പാട്ടം പിരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പാട്ടം പിരിക്കൽ ഭൂവുടമകളാണ്, സർക്കാർ നികുതിയാണ് പിരിക്കുക. പക്ഷെ അതേസമയം ഭൂമി രാജാവിൻ്റെതാകുമ്പോൾ രാജാവിന് പാട്ടം കൊടുക്കണം. ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഖുർആനിൽ പറയുന്ന ഫറോവ തന്നെ അലൈസലി മുൽക്കു മിസ്ർ ആദിയിൽ അൻഹാറു തജ്രീമിൻ തഹത്തി എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ മിസ്റിന്റെ അധികാരി ഞാൻ തന്നെയല്ലേ, ഉടമസ്ഥൻ എന്നുള്ളതാണ്. അവിടെ മുൽക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത എനിക്കല്ലേ എന്നാണ് പ്രഖ്യാപിക്കുന്നത്. കാരണം റബ്ബുക്കുമുൽ അഅ്ല എന്ന് മാത്രമല്ല അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് ഈ മിസ്റിന്റെ, ഈ മിസ്രൈം അല്ലെങ്കിൽ മിസ്ർ എന്നൊക്കെയാണ് അതിന്റെ പേര്. അപ്പൊ ഈ മിസ്റിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ, അതിന്റെ മുഴുവൻ ഉടമസ്ഥൻ ഞാനല്ലേ. അതിൽ അൻഹാറു തജ്രീമിൻ തഹത്തി, ഈ പുഴകളൊക്കെ എന്റെ കാലിന്റെ കീഴിലൂടെയല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു അഹങ്കാരം. അവിടെയുള്ള പുഴയും വയലും ഒക്കെ അയാളുടേതാണ്. ഇങ്ങനെയുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ക്യാപിറ്റലിസം നിലനിന്നിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഇതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ നിലവിലിരുന്നൊരു ക്യാപിറ്റലിസ്റ്റ്, പ്രോട്ടോ ക്യാപിറ്റലിസ്റ്റ് രീതിയെ കാരവാൻ ക്യാപിറ്റലിസം എന്ന് പറയാറുണ്ട്. കാരവാൻ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ
പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് ഈ വ്യാപാര യാത്രകളുമായി ബന്ധപ്പെട്ടതാണ്. ഈ വ്യാപാര യാത്രകളും അതുമായി ബന്ധപ്പെട്ട അവരുടെ സംവിധാനങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ലീലാഫി ഖുറൈശ് എന്ന് പറയുമ്പോൾ അർത്ഥം അതാണ്. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് എന്ന് പറയുമ്പോൾ വേനലിലായാലും അതുപോലെ വിന്ററിലായാലും സമ്മറിലായാലും ഈ വഴിയിലൂടെയുള്ള നടത്തം, ഈ വഴിയുമായിട്ടും അതിലൂടെയുള്ള സഞ്ചാരവുമായിട്ടും അവരങ്ങ് ഇണങ്ങിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു യാത്ര സിറൂഫില്ലർ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഭൂമിയിൽ വ്യാപിക്കുന്നത് അള്ളാഹുവിന്റെ അടയാളങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ കച്ചവടമാകാം. ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വന്നിട്ടുള്ള ബഹുഭൂരിഭാഗം ആളുകൾ കച്ചവടക്കാരാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ടുള്ള മാലിക് ദിനാർ അടക്കം കച്ചവടക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാലിക് ദിനാറിനെ പറ്റി പറയുന്നത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി തന്നെ വന്നതാണെന്നാണ്. അങ്ങനെ അല്ലാതെ വ്യാപാരത്തിന് വേണ്ടി വന്നിട്ട് പ്രബോധനം നടത്തിയ ധാരാളം ആളുകളുണ്ട്. കച്ചവടത്തിന് വേണ്ടി വന്നിട്ട്, കച്ചവടം എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രവൃത്തിയായിട്ട് തന്നെ പ്രവാചകൻ പറയുന്നുണ്ട്. നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ കച്ചവടവൽക്കരണം, കൊമേഴ്ഷ്യലൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ അധർമ്മമാണ്, ആ പ്രക്രിയ തന്നെ എന്ന് ചിന്തിക്കരുത്. കാരണം എന്താ, അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യിന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ ആരുടെ കൂടെയാണ്? വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ മഅൻ നബിയ്യിന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവൻ നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതിന്റെ ഏറ്റവും പരമമായ ഉയരത്തിലെത്തും. അവൻ പ്രവാചകന്മാരുടെ കൂടെ വസിക്കും, അവൻ സിദ്ദീഖുകളുടെ കൂടെ വസിക്കും, സാലിഹീങ്ങളുടെ കൂടെ വസിക്കും, അവൻ ശുഹദാക്കളോടൊപ്പം സഹവസിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവിടെ ആ അർത്ഥത്തിൽ കച്ചവടത്തെ, പക്ഷെ അവിടെ അമീൻ, അവിടെ സത്യസന്ധതയും അതോടൊപ്പം തന്നെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ അമാനത്തും കൂടിയാണ്, ആ ഒരു ട്രസ്റ്റിഷിപ്പ്. അപ്പൊ പടച്ച തമ്പുരാനോട് കൃത്യമായിട്ട് കണക്ക് പറയേണ്ടി വരും എന്നുള്ള ചിന്തയോടുകൂടി നടക്കുന്ന കച്ചവടം മാത്രമാണ് അങ്ങനെയുള്ള കച്ചവടം. അവിടെ അത്തരത്തിൽ കച്ചവടം നിർവഹിക്കുന്നവർ ഒരു വലിയൊരു എത്തിക്സ് ഭൂമിയിൽ കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിക് എത്തിക്സിന്റെ ഒരു വലിയ ഭാഗം അവരാണ് കെട്ടിപ്പടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ വ്യാപാരികളെ ശ്ലാഘിക്കുകയും അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സൂക്ഷ്മതകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മൾ മനസ്സിലാക്കണം, മാർക്കറ്റിലൂടെ അദ്ദേഹം പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഗോതമ്പ് വിൽക്കാൻ വേണ്ടി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കച്ചവടക്കാർ കുറെ ഉണ്ടാവുമല്ലോ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാർക്കറ്റിൽ ഇങ്ങനെ ഗോതമ്പ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ പെട്ടെന്ന് ഗോതമ്പിന്റെ ഒരു ചാക്കിലേക്ക് കൈ അങ്ങോട്ട് താഴ്ത്തിയിട്ട് കൈ പുറത്തേക്ക് എടുത്തപ്പോൾ വിരലിൽ നനവുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖശഫ ലൈസ മിന്ന, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നനഞ്ഞ ഗോതമ്പുണ്ടായിരുന്നു അടിയിൽ. നനഞ്ഞ ഗോതമ്പടിയിൽ മേലെ മാത്രം നല്ല ഉണങ്ങിയ സാധനമൊക്കെ വെച്ചിട്ട് തൂക്കുമ്പോൾ ഈ നനവടക്കാണ് തൂക്കുക. നനവടക്കം തൂക്കുക എന്ന് പറഞ്ഞാൽ തൂക്കത്തിൽ കുറയും. വൈലുൽ മുത്തഫിഫീൻ, കള്ളത്തൂക്കുകാർക്ക് നാശം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും വസനൂഹും യുഖ്സിറൂൻ. കള്ളത്തൂക്കുകാർക്ക് നാശം. എന്താണ് അവർക്ക് നരകം. എന്താണ് അവർ ചെയ്യുന്നത്? സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നിറച്ച് വാങ്ങും, അതേസമയം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ലേശം കുറവ് വരുത്തും. ഇത് അളവ് തൂക്കങ്ങളിലുള്ള കൃത്രിമം. ആധുനിക കാലത്ത് വേറെ കൃത്രിമാണ്, അത് വേറെ പറയാം. അപ്പൊ എന്തായാലും വൈലുൽ മുത്തഫിഫീൻ വളരെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനമാണ്. കച്ചവടത്തിൽ മാർക്കറ്റ് കറപ്ഷൻ, അതാണ് വിഷയം. മാർക്കറ്റിൽ കറപ്ഷൻ നടത്തുന്നവർക്ക് നരകം. പിന്നെ മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിലെ പോകുന്നതിന്റെ വഴിയിൽ വെച്ച് കച്ചവടം നടത്തിയപ്പോൾ പ്രവാചകൻ ശോഭിച്ചിട്ടുണ്ട്. കച്ചവടം നടത്താനൊരു സ്ഥലമുണ്ട്, അവിടെ ചെല്ലണം, അവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ടാവും, അതിന് വിൽക്കണം. ഈ MRP എന്നൊക്കെ പറയുന്നത് ഒരു നിയന്ത്രണമാണ്. അതൊന്നും പാടില്ല എന്നാണ് ലെസേ-ഫെയർ ക്യാപിറ്റലിസത്തിന്റെ തത്വം. അത് ആവിഷ്കരിക്കുന്ന ഒരു രീതിയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. നമ്മളെപ്പോഴും ഓഫർ മാത്രമൊന്നുമില്ല, ഓഫർ ഇല്ലാത്തപ്പോഴും MRPയേക്കാൾ വില കുറച്ചിട്ടാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സാധനം കിട്ടുക. യഥാർത്ഥത്തിൽ അതെന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് വില കുറച്ച് സാധനം തരാനല്ല. ഈ MRP എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിസ്റ്റത്തെ അപ്രസക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതത്ര പ്രധാനമല്ല എന്ന് പറയുമ്പോൾ അത് തീരെ ഇല്ലാതായി കഴിഞ്ഞാൽ അവർ കൂട്ടുകയും ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യാം. അതാണ് എന്റെ പ്രശ്നം. പിന്നെ കംപ്ലീറ്റ് നിയന്ത്രണം അവരുടെ കയ്യിലായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടെങ്കിൽ അതുപോലും അങ്ങോട്ട് നീക്കിക്കളയാം. പോകുന്ന വഴിക്ക് ആരുടെങ്കിലും എടുത്ത് വില കുറച്ചിട്ടൊന്നും സാധനം കൊടുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്, അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയുണ്ട്, വിലയുണ്ട്, അതിനനുസരിച്ച് കച്ചവടം ചെയ്യണം, അല്ലാത്തൊക്കെ തട്ടിപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഈ രൂപത്തിലാണ്
കച്ചവടം എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതേസമയം ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് രീതി എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ കൺട്രോൾ ഇല്ല, കൺട്രോൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മതത്തിന്റെ നിയന്ത്രണം ഉണ്ടാവാൻ പാടില്ല, ധാർമ്മിക ബോധത്തിന്റെ നിയന്ത്രണം ഉണ്ടാവാൻ പാടില്ല, സ്റ്റേറ്റിന്റെ നിയന്ത്രണം ഉണ്ടാവാൻ പാടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അസ്ഹാബു മദിയൻ വാദിച്ചത്. നിന്റെ സ്വലാത്താണോ നിന്നെ ഇത് പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ അഥവാ ഞങ്ങൾ അവലംബിച്ചിരുന്ന മതരീതികളെ, സമ്പ്രദായങ്ങളെ, മാമൂലുകളെ, ആചാരങ്ങളെ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ അധികാരമില്ലെന്നും. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ അവർ അവലംബിച്ചിരുന്ന ഒരു മതം ഉണ്ടായിരുന്നു. ആ മതം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. അതാണ് ആ മതവും അതിന്റെ ധാർമ്മികതയും ഒന്നും അവരുടെ ഈ കച്ചവട വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. ഇടപെടരുത്. അതിന്റെ ആധുനിക രൂപമാണ് ലേസേ ഫെയർ ക്യാപിറ്റലിസം. അതിന്റെ ആധുനിക രൂപമാണ്. ഒരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മളിപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ആ അർത്ഥത്തിലുള്ള പ്രോട്ടോടൈപ്പുകളാണ് നമുക്കതിൽ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സംഗതികളെല്ലാം തന്നെ ചേർത്തുകൊണ്ട് അതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആൻ തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈ വ്യാപാര യാത്രകൾ എന്ന് പറയുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. ആ യാത്ര സാധ്യമാകുന്നു എന്നുള്ളത് മരുഭൂമിയിലാണ്. അപ്പൊ മരുഭൂമി അത്രമേൽ ഇണക്കമുള്ളതായി തീർന്നത് കൊണ്ടാണ് അവർക്കതിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മരുഭൂമി പരിചയമുള്ള ഒരാൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാൻ മുന്നേ ബോർഹസിന്റെ ഒരു കഥയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ, 2 ലാബിരിന്തുകളെ കുറിച്ച്. അതിലൊരു ലാബിരിന്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള, അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല. മറ്റൊന്ന് മരുഭൂമിയാണ്. മരുഭൂമി ദൈവത്തിന്റെ ലാബിരിന്താണ്. പക്ഷെ അതും പെട്ടാപ്പെട്ട് പോയ വഴിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പോകുമ്പോഴുള്ള ഒരു അടയാളവും തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല. ഇതാണ് മരുഭൂമിയുടെ സവിശേഷത. അങ്ങനെ ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്ര ഖുറൈശികൾക്ക് എളുപ്പമുള്ളതാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ ഈ ഭവനത്തിന്റെ റബ്ബിന് കീഴ്പ്പെട്ടുകൊള്ളുക. അവനാണ് വിശക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ആഹാരം തരുന്നത്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, അത് നിയമമാണ്. പടച്ചോന് നിർബന്ധമാണ് നിങ്ങൾ പണിയെടുക്കണം എന്നുള്ളത്. പക്ഷെ തരുന്നത് അവനാണ് എന്ന ചിന്ത ഉണ്ടെങ്കിൽ ഓന്റെ നിയമത്തിന് കീഴ്പ്പെട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഭയസന്ദർഭങ്ങളിൽ, ഭയപ്പെടുന്ന വേളകളിൽ അഭയം പ്രദാനം ചെയ്യുന്നതും അവനാണ് എന്ന് പറയുന്നു. പക്ഷെ ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കച്ചവട രീതി അവർക്കുണ്ടായിരുന്നത് കൊണ്ട് ഖുറൈശികളുടെ വരേണ്യത, അവരുടെ ആ ഒരു ഡോമിനൻസ് ഉണ്ടല്ലോ, അവരുടെ ഡോമിനൻസ് അല്ലെങ്കിൽ പ്രിവിലേജ് എന്നൊക്കെ പറയുന്നത് ഇതിലൂടെ ഈ കാരവാൻ ക്യാപിറ്റലിസം എന്നാണ് നമ്മൾ അതിനെ വിളിച്ചത്. സഞ്ചാരത്തിൻ്റെതായ, വ്യാപാര യാത്രകളുടേതായിട്ടുള്ള ഒരു പ്രത്യേകതരം ക്യാപിറ്റലിസം, അതിന്റെ ഒരു മാതൃകയായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതെല്ലാം കൂടി പരാമർശിച്ചുകൊണ്ട് തന്നെ ചില നിയമങ്ങൾ, നമ്മളിപ്പോ റിബയെ കുറിച്ച് പറഞ്ഞു. എന്താണ്? അനിവാര്യമായ സാമൂഹ്യ ബോധത്തിന്റെ നിരാകരണമാണ് റിബ. ലേസേ ഫെയർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ, നമ്മളെ നിയന്ത്രിക്കരുത്. എന്നിട്ട് അത് സാമൂഹികമായിട്ടാണ് പറയാ. ഞാൻ അങ്ങ് വികസിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് പ്രയോജനം ഉണ്ടാവും. ഞാൻ കുറെ കെട്ടിടം ഉണ്ടാക്കും, ഞാൻ കുറെ പാലുണ്ടാക്കും. സംഗതി ശരിയാണ്, കുറച്ചു പേർക്ക് ജോലി കിട്ടും. പക്ഷെ ഈ ജോലിയിലൊക്കെ നടക്കുന്നത് ചൂഷണം തന്നെയാണ്. പിന്നെ മാത്രമല്ല, വികസനത്തെക്കുറിച്ചുള്ള അടിസ്ഥാന കാഴ്ചപ്പാട് എന്തായിരിക്കണം? നമുക്ക് തന്നെ ധാരാളം തെറ്റിദ്ധാരണകൾ അതിലുണ്ട്. 100 പേർക്ക് വളരെ വേഗത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് 1000 പേരെ ഭവനരഹിതരാക്കുന്ന വികസനത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാ? ധാർമ്മികമായി ചിന്തിച്ചോ, എത്തിക്കലായിട്ട്. അത്തരം കാഴ്ചപ്പാടുകളാണ് ഇവിടെയൊക്കെ പിന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സഞ്ചരിക്കേണ്ടവർ, നമ്മളിപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എന്തൊരു സ്പീഡ് എന്ന് പണ്ടൊരു സിനിമയിലെ കഥാപാത്രം പറഞ്ഞ പോലെ, എന്തൊരു സ്പീഡ്, ശരീരത്തിൽ ചളി തെറിപ്പിച്ചുകൊണ്ട്, അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു പടത്തിലുള്ള ശരീരത്തിൽ ചളി തെറിപ്പിച്ചുകൊണ്ട് പോയപ്പോൾ ഈ ചങ്ങായി ഇങ്ങനെ നോക്കിയിട്ട് ആ ലോറി പോയ വഴി എന്തൊരു സ്പീഡ്. ഇതുപോലെ നമ്മളത് കണ്ണഞ്ചി പോവാണ്. സംഗതി നമ്മളെല്ലാം പുറത്തായി, കുറെ പേരെ പുറത്താക്കിയിട്ട് ആർക്കാണ് ഇത്രയും എളുപ്പത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യമുള്ളത്? അത് കുറഞ്ഞൊരു ശതമാനം. ആ ശതമാനം അഥവാ റോഡിൽ പ്രശ്നമുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകാൻ ശേഷിയുള്ളവരുമാണ്. അവർക്കത് പ്രശ്നമല്ല എന്ന് കരുതി ഇതൊന്നും വേണ്ടെന്നല്ല. ഇവിടെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഇവിടെ ആ സമൂഹത്തിന് ജീവിതം സാധ്യമാക്കുന്ന ഒരു പ്രകൃതിയുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികാസത്തെ സംബന്ധിച്ച് മാത്രമേ ഖുർആൻ സംസാരിക്കുള്ളൂ. അപ്പോൾ അവിടെ സാമൂഹിക ബോധമുണ്ട്, അനിവാര്യമായ സാമൂഹിക ബോധമുണ്ട്. അതിന്റെ ശരിയായിട്ടുള്ള നിരാകരണമാണ് റിബ എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബത്തുഹു ശൈത്വാനു മിനൽ മസ്. ഈ റിബ ഭക്ഷിക്കുന്നവനുണ്ടല്ലോ, ഈ യൂഷറി തിന്നുന്നവനുണ്ടല്ലോ, അവൻ
ചെകുത്താൻ ബാധിച്ച് ഭ്രാന്തനായിട്ട് എണീറ്റ് നിൽക്കുന്നവനെ പോലെയാണ് എണീറ്റ് നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ദുനിയാവ് തന്നെ അങ്ങനെ അവസ്ഥ, ദുനിയാവ് തന്നെ അങ്ങനെയാണ് അവസ്ഥ. ഈ ചിലപ്പം പിന്നെ കഥകളിലും സിനിമകളിലും ഒക്കെ നമ്മൾ കാണുന്നില്ല, ഈ ഷൈലോക്കിന്റെ പ്രതിനിധാനമായിട്ട് ഷൈലോക്ക്, ലോകസാഹിത്യത്തിൽ അങ്ങനെ ചില കഥാപാത്രമുണ്ട് ഷൈലോക്ക്, അതുപോലെ എബനേസർ സ്ക്രൂജ് ഉണ്ട്, ചാൾസ് ഡിക്കൻസിന്റെ ക്യാരക്ടറാണ്. ഇതൊക്കെ ആ കാലത്തെ യൂഷറേഴ്സ് ആണ് അവര്, അവിടുത്തെ ആ സമയത്തുള്ള പലിശക്കാർ. ഇവരെ സംബന്ധിച്ച് ആരെങ്കിലും നല്ലത് പറയുമോ? നമ്മൾ കണ്ടിട്ടുള്ള കഥകളിലൊക്കെ വില്ലൻ കഥാപാത്രങ്ങളായിരിക്കും അവർ. വില്ലൻ കഥാപാത്രങ്ങളല്ലാത്ത പലിശക്കാരെങ്കിലും ഉണ്ടോ? ഇനി അഥവാ പ്രോട്ടഗോണിസ്റ്റ് ഒരു പലിശക്കാരനാണെങ്കിൽ പോലും അത് മമ്മൂട്ടിയോ മോഹൻലാലോ ആണ് എന്ന ആനുകൂല്യം അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ജനം ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രം. മാത്രവുമല്ല, അവർക്കതിന് കുറേ ന്യായീകരണങ്ങളും പിന്നെ കുറെ നന്മകൾ ഇങ്ങനെ ഇൻബിൽട്ടായിട്ട് അല്ലെങ്കിൽ അകത്തിങ്ങനെ ഗോപ്യമാക്കി വെച്ചിട്ടുള്ള കുറെ നന്മകളും ഒക്കെ അങ്ങോട്ട് അവതരിപ്പിക്കേണ്ടി വരും. സാധാരണഗതിയിൽ പലിശക്കാരൻ എന്ന് പറഞ്ഞ ഒരു വില്ലൻ കഥാപാത്രം. അപ്പൊ എന്തുകൊണ്ടാണ് അവന്റെ കോലം കണ്ടാൽ തന്നെ എങ്ങനെയാണ് അവൻ എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അവൻ ചെകുത്താൻ ബാധിച്ച് ഭ്രാന്തനായ പോലെയാണ് എണീറ്റ് നിൽക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അവര് പ്രഖ്യാപിച്ചു കളഞ്ഞ ഈ റിബയും ബൈയും ഒരുപോലെയാണ്, കച്ചവടവും പിന്നെ ഈ യൂഷറിയും ഒരുപോലെയാണ്. എന്നാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കച്ചവടം അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടുണ്ട്, റിബയെ ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശരിയായ ഒരു ലാഭോപാസനയിൽ നിന്നാണ് അത് സമനില തെറ്റിക്കുന്നുള്ളതാണ്. സമനില തെറ്റിക്കും. ഒരു രൂപയെങ്കിലും കണക്കിൽ കുറഞ്ഞു പോയാൽ ഭ്രാന്തെടുക്കും, അവന്റെ സമനില തെറ്റും, അവൻ ആകപ്പാടെ മറ്റൊന്നായിട്ട് മാറും എന്നുള്ളതാണ്. റിബ ഭക്ഷിക്കുന്നവനോട് യുദ്ധപ്രഖ്യാപനം ഖുർആൻ നടത്തുന്നതും അതുകൊണ്ടാണ് എന്ന് കാണും. അത് അസന്തുലിതത്വം ഉണ്ടാക്കുന്ന ഒന്നാണ്. സമൂഹത്തിന്റെ മേൽ അനാവശ്യമായ ഭാരം ഇറക്കി വെക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ പണി. എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന എന്തിനാണ്? ജനങ്ങളുടെ മുതുകുകളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാനും അവരെ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ചങ്ങലകൾ അറുത്തു മാറ്റാനും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാധ്യത എന്താണ്? ചുരുങ്ങിയ പക്ഷം അങ്ങനെ ഭാരം കയറ്റി വെക്കാതിരിക്കുക, ചങ്ങലകൾ കെട്ടാതിരിക്കുക എന്നുള്ളതെങ്കിലുമാണ്. അവിടെ ആ രൂപത്തിൽ ജീവിതത്തെ തന്നെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് പ്രധാനമാണ്. എന്തായാലും മനുഷ്യന്റെ അങ്ങേയറ്റത്തെ ലാഭക്കുതി, അത് അങ്ങേയറ്റം അനാശാസ്യമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ള സംഗതി ഇതും അതിന്റെ വിഷയത്തിന്റെ ഒരു ആമുഖമായിട്ട് പറയുന്നതാണ്. ഖുർആനിൽ പറയുന്ന ആർക്കിടൈപ്പുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ, അള്ളാഹുവിന്റെ സാൻമാർഗികമായ നിർദ്ദേശങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ശരിയായി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.